പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്കൊരു തീരുമാനം എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട പൈസ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത്രയൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതിന് വല്ല ആവശ്യമുണ്ടോ? മോഡലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കോളേജ് ചെയർമാനായിരിക്കുമ്പോൾ കോളേജിൽ മോഡലിങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ വരെ വരുത്തിച്ചു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത ആളാണ്. എനിക്കൊരിക്കലും 2 പ്രാവശ്യത്തേക്കാളും കൂടുതൽ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. മാക്സിമം 2, മൂന്നാമത്തേലും അതിന് തീരുമാനമാവണം. അങ്ങനെ ഒരു നിയമം അത് അപ്പച്ചൻ കൊണ്ടുവന്ന നിയമമാണ്. സ്വപ്നം മുറുക്കെ പിടിക്കുക. സ്വപ്നങ്ങളെ മുറുകെ പിടിച്ചാൽ നമുക്ക് എത്താൻ പറ്റും. എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറ്റും. ഞാനും അങ്ങനെ ഈസി ആയിട്ടൊന്നുമല്ല ഓരോന്നും ഫേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. നമ്മുടെ നാട്ടിൽ നിരവധി വനിതാ സംരംഭകർ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാൽ നിരവധി പേർ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഫാമിലിയിലേക്ക് ഒരു വനിതാ അംഗം, ആ കുടുംബത്തിലെ വനിതാ അംഗം ബിസിനസ്സിലേക്ക് വന്നാൽ ഗുണമുണ്ടാകുമോ? പലപ്പോഴും വനിതകൾക്ക് എക്സ്ക്യൂസുകൾ പലതായിരിക്കാം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വൈകുന്നതിൽ. തുടക്കത്തിൽ കല്യാണമായിരിക്കാം, പിന്നീട് കുട്ടികളായിരിക്കാം, കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കാം, പല കാരണങ്ങളാണ്. എന്നാൽ ഒരു വ്യക്തി, അദ്ദേഹം തൃശ്ശൂർക്കാരിയാണ്, നല്ല ഒരു സ്പാർക്കുള്ള ഒരു വനിതാ സംരംഭകയാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ബിസിനസ്സിൽ വന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി വിജയം നേടിയ ഒരാളാണ്. എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ജൂലി സോണി. ജൂലി, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സർ. ജൂലിയെ ഞാൻ കണ്ടുമുട്ടുന്നത് ഇതിനു മുമ്പുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലാണ്. നിരവധി ട്രെയിനിങ്ങുകൾ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈഗിൾ അംഗമാണ് താങ്കൾ. നമ്മുടെ ഈഗിൾ ഗ്രൂപ്പിൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോണിയും എൻ്റെ അടുത്ത സുഹൃത്താണ്. വളരെ സന്തോഷം ഈ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ താങ്കളെ വിളിച്ചുകൊണ്ടുവരാനായതിൽ. ജൂലിയുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് ഹോളി ഫാമിലി സ്കൂളിലാണ് സ്കൂൾ ചെയ്തത്. ശ്രീ കേരളമ്മ കോളേജിലാണ്. എന്തായിരുന്നു പഠനം? ഞാൻ പഠിച്ചത് +1 പഠിച്ചത് അന്ന് PDC ആണ്. PDCക്ക് പഠിച്ചത് ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഡിഗ്രി ആയപ്പം ഞാൻ കോമേഴ്സിലേക്ക് മാറി. അന്നത്തെ കാലഘട്ടത്തിലൊരു ചേഞ്ചാണത്. താങ്കളുടെ ഫാമിലിയിൽ ആരെങ്കിലും ബിസിനസ് എന്തെങ്കിലും ആണോ? ഫാദർ ബിസിനസ്സിൽ വന്നിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് ബിസിനസ് ചെയ്തത് ഫാദറാണ്. അദ്ദേഹം എന്ത് ബിസിനസ്സിലായിരുന്നു? ആൾക്ക് സ്മോക്ക്ലെസ് ഓവൻ്റെ വർക്കായിരുന്നു. ഹോട്ടലുകളിലും വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു. അപ്പോൾ ടിപ്പിക്കൽ തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ അവിടെ പഠനം കഴിഞ്ഞാൽ നേരെ ജോലിയാണോ ബിസിനസ്സാണോ അതോ കല്യാണമായിരുന്നോ? സാധാരണ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം തന്നെയാണ്. തൃശ്ശൂരിൽ പെട്ടെന്ന് സ്ത്രീകൾക്ക് കല്യാണം വേണമെന്നുള്ളത് നിർബന്ധമുള്ള ആളുകളാണ്. കാരണം ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം ആലോചിച്ച് ഫിക്സ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ആ രീതി. പ്രത്യേകിച്ച് ഞാൻ ജയിച്ച ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പോൾ കല്യാണം എപ്പോഴായിരുന്നു? ഞാൻ ഡിഗ്രിക്ക് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം, ഡിഗ്രി ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച വീട്ടിൽ വരുമ്പോൾ പിറ്റേ ദിവസം സമ്മതത്തിനുള്ള വിരുന്നുകാരൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അത്രയും ടൈറ്റ് ഷെഡ്യൂളാണ്. വീട്ടിലൊരു ദിവസം പോലും വെറുതെ ഇരുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഇപ്പോഴും ഉണ്ട് ആ സങ്കടം. പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണമായിരുന്നു? അതെ. ഒരു ദിവസം പോലും തന്നില്ലേ ഫാദർ. പിറ്റത്തെ ഞായറാഴ്ച സമ്മതം കഴിഞ്ഞ് പിറ്റത്തെ ഞായറാഴ്ച കല്യാണമായി. അദ്ദേഹത്തിന്റെ പേര് സോണി. സോണി. അപ്പോൾ അദ്ദേഹം അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാണ്. അവർ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അമ്മമാർ തമ്മിൽ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ അതൊരു അറേഞ്ച് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡ്, പക്ക അറേഞ്ച് മാരേജ്. പക്ഷെ പഴി കേൾക്കാറുണ്ട് അറേഞ്ച്ഡ് അല്ലെന്ന്, അടുത്തായതുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, സത്യമായിട്ട് പറഞ്ഞാൽ അത് അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. കണ്ടിട്ട് പോലും കാര്യമായിട്ട്. അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിന് ആ സമയത്ത് ഇൻവേർട്ടറിന്റെ ബിസിനസ്, പിന്നെ അതുപോലെ ഒരു ഹോളോ ബ്ലോക്കിന്റെ യൂണിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പൊടിപ്പിക്കുന്ന വീട്ടില് ഫാമിലിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫായി, പഠനം കഴിഞ്ഞ് നേരെ ഹൗസ് വൈഫായി. അതെ. പക്ഷേ ഈ പഠിച്ചിരുന്ന കാലത്ത് തന്നെ താങ്കൾക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്? എനിക്ക് സ്വപ്നം ഉണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട്, അതായത് പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്കൊരു തീരുമാനം എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട പൈസ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത്രയൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതിന് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ അത് ഭയങ്കര അറിവും നമുക്ക് തരുമല്ലോ. നമ്മൾ ഒരു മാസ്റ്റർ ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കുട്ടികളുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ നന്നായി മനസ്സിലാവണം. എന്തെങ്കിലും അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ എടുത്തിരുന്നത്. പൈസയ്ക്ക് വേണ്ടിയല്ല. സ്വന്തമായിട്ടൊരു സൈക്കിൾ വാങ്ങിയത് ആദ്യമായിട്ട് ഞാൻ ട്യൂഷൻ എടുത്ത പൈസ കൊണ്ടാണ്. വെരി ഗുഡ്. അപ്പോൾ ഈ ബിസിനസ് മോഹം ചെറുപ്പത്തിൽ എന്താണ് അതിലേക്ക് പിടിച്ചത്? എന്ത് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം? ബിസിനസ് എന്ന് പറയുമ്പോൾ പൊതുവേ എനിക്ക് ഒരു ഫാഷൻ അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് സാരി ഇതൊക്കെ ഇഷ്ടമാണ്. ഒരു കോസ്റ്റ്യൂമായിട്ട് ബന്ധപ്പെട്ട് മോഡലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പറയാൻ പോലും അനുവാദം കിട്ടില്ലെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് മനസ്സിൽ വെച്ചു. അങ്ങനെ മോഡലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കോളേജ് ചെയർമാനായിരിക്കുമ്പോൾ കോളേജിൽ മോഡലിങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ വരെ വരുത്തിച്ചു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ അനാർക്കലി കളക്ഷൻ എന്നുള്ള പേര് ഞാൻ 8ാം ക്ലാസ്സിൻ്റെ നോട്ട്ബുക്ക് നോക്കിയാൽ അത് നല്ല ഭംഗിയിലൊക്കെ എഴുതുമായിരുന്നു. അനാർക്കലി അങ്ങനെയൊക്കെ പല പാറ്റേൺസ് ഒക്കെ. അന്നൊന്നും അങ്ങനെ പാറ്റേണിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അത് 8ാം ക്ലാസ്സിലെ സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു, നേരെ കല്യാണമായി. അപ്പോൾ അടുത്ത കുട്ടി
അത് തന്നെയായിരുന്നു ടിപ്പിക്കൽ സ്റ്റോറി. അതെ, ടിപ്പിക്കൽ സ്റ്റോറി. പിന്നെ എന്ന് വെച്ചാൽ കല്യാണം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ കസിൻസൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നല്ല സാരിയൊക്കെ എടുത്ത് കുറേ ഗോൾഡൊക്കെ ഇട്ട് അതൊക്കെ അന്നേരത്തെ അങ്ങനെയാണല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളൊരു ചിന്തയിലാണല്ലോ. കുട്ടികൾ പെട്ടെന്ന് കുട്ടികളായി. ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് മൂത്തമകൻ കയ്യിലുണ്ട്. ഓക്കെ. ഇപ്പോഴാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം എന്തായിരുന്നു? പെട്ടെന്ന് ഒരു ദിവസം ഹസ്ബൻഡ് ഒരു കോൾ വരികയാണ്. അദ്ദേഹത്തിനൊരു ബ്രിക്ക് മെഷീൻ്റെ ഒരു യൂണിറ്റ് അപ്പോൾ തുടങ്ങിയിരുന്നു. മോൻ്റെ ഓരോ ബർത്ത്ഡേക്ക് ഓരോന്നെന്നുള്ളൊരു രീതിയിലാണ് അന്ന് ഒരു മെഷീനെങ്കിലും ഇറക്കും. അപ്പം അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് യൂണിറ്റ് അങ്ങനെ മെഷീനറി തുടങ്ങി. പെട്ടെന്ന് വിളി വരികയാണ്, നീ ഒന്ന് അവിടെ ഓഫീസിൽ നിന്നൊന്ന് ഓഫീസ് തുറക്കുമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ വിചാരിക്കുള്ളൂ. ഞാൻ അന്നത്തെ ദിവസം പോയി അന്ന് വൈകുന്നേരം അവിടെ വെറുതെ ഇരുന്നു. കാരണം എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, MBA പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ ബുക്സ് അതെ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ബുക്സ് എല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം എനിക്ക് പരീക്ഷയാണ്, ഫസ്റ്റ് പഠിക്കുകയാണ്, അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അതായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ. അന്ന് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം എനിക്കറിയില്ലല്ലോ, ഞാൻ വീട്ടിൽ വീണ്ടും ഡിഷസൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, മീൻകറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വിളി വന്നു, എന്താ പോകാത്തതെന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞോളൂ എന്ന്. പക്ഷേ ഇന്നും പോകണം, അവിടെ ആരും ഇല്ല തുറക്കാൻ. വീണ്ടും ഞാൻ പോയി. അങ്ങനെ ഒരു പിന്നെ അത് റിപ്പീറ്റ് ചെയ്തു, അതിലങ്ങ് ഇൻവോൾവ് ആയി. പിന്നെ അതിൽ എനിക്ക് തോന്നി അന്ന് കുറച്ച് ക്രൈസിസ് ഒക്കെ ഉണ്ട്, വർക്കേഴ്സ് എല്ലാം ഫ്ലൈ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സിസ്റ്റംസ് തുടങ്ങി. ഞാൻ തന്നെ അവിടെ നിൽക്കേണ്ടി വന്നു. സിസ്റ്റം ഉണ്ടായിരുന്നില്ല, കാരണം ഒരു വർക്ക്ഷോപ്പായിരുന്നു. അവിടെ മെഷീനറി മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ആണ്, പക്ഷേ ഒരു വർക്ക്ഷോപ്പിൻ്റെ രീതിയിലായിട്ടുണ്ടായിരുന്നുള്ളൂ. തുടങ്ങിയിട്ട് അധികം ആയില്ലല്ലോ. അന്ന് നമ്മൾ ആദ്യം തന്നെ അഡ്മിനിസ്ട്രേഷൻ നോക്കൂല. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് തോന്നി അവിടെ ഇത്തിരി പ്രശ്നമാണ്, ആരുമില്ല. നെക്സ്റ്റ് ഓർഡേഴ്സൊക്കെ ഉണ്ട്, മാർക്കറ്റിങ്ങിന് ഒരു ടീം ഉണ്ടായിരുന്നു, അവരാണ് പോയിരിക്കുന്നത്. മാർക്കറ്റൊക്കെ വന്ന് പിടിച്ചിട്ട് അവർ പോയി. ആദ്യ ദിവസം അല്ല രണ്ടാം ദിവസം തന്നെ ഒരാൾ താക്കോല് തന്നു പോയി. അതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അപ്പച്ചൻ വീട്ടിൽ നിന്ന് അധികം പുറത്തിറക്കാണ്ടല്ലേ വളർത്തിയത്. പിന്നെ വീട്ടിലും ഇരുന്നിട്ടില്ല, അധികമൊന്നും അറിയില്ല. ഈ പയ്യൻ്റെ അടുത്ത് പഠിക്കാൻ പറയുന്നുണ്ട്, മാഡം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ പറഞ്ഞു, ഞാൻ എന്തിനാണ് ശ്രദ്ധിക്കണേ, എനിക്കിവിടെ ഞാൻ ഇത് കഴിഞ്ഞ് പോകും, എനിക്ക് MBA ചെയ്യണം, എനിക്ക് ലെക്ചർ ആവണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും അവൻ പറയും, മാഡം ഇതൊക്കെ നോക്കിക്കോട്ടാ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ ഉണ്ടല്ലോ നോക്കിക്കോളാൻ പറഞ്ഞു, സോണി ചെയ്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ്റെ ശമ്പളത്തിൻ്റെ ദിവസമായപ്പോൾ അവനോട് പറഞ്ഞു, എൻ്റെ സാലറി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു സ്റ്റൈൽ, തൃശ്ശൂർ സ്റ്റൈൽ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ ചാർട്ടൊക്കെ ഉണ്ട്, അവൻ്റെ ലീവൊക്കെ മാർക്ക് ചെയ്ത് ഞാനത് സാലറി ചെയ്ത് കൊടുത്തു. സോണി വിളിച്ചാൽ കിട്ടില്ല, കാരണം അന്ന് മൊബൈലൊന്നും അത്ര ഇല്ല. മാത്രമല്ല ഈ ടെക്നിക്കൽ ചെയ്യുന്ന ആളെടുക്കില്ല. ഇന്നും അത് തന്നെയാണ്, എടുക്കില്ല. പക്ഷെ എടുക്കാത്തത് നല്ലതാണ്, നമ്മൾ വളരാണെങ്കിൽ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയുള്ളൂ. then അന്ന് അവൻ്റെ സാലറി കൊടുത്തു. പോണ നേരത്തെ അവൻ കീ ഇങ്ങനെ ടേബിളിൽ വെച്ചു. ഞാൻ ഇതെന്തിനാ നീ എനിക്ക് തരണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇരുന്നോട്ടെ എങ്ങാനും അങ്ങനെ. അപ്പോൾ എന്നിട്ട് ഒന്നും മിണ്ടിയാൽ പോയി. ഞാൻ അതുപോലെ പിറ്റേ ദിവസം നേരം വൈകി 11 മണിക്കല്ലേ എനിക്ക് വരണ്ടുള്ളൂ, അതിന് നോക്കിയിട്ട് വേണ്ട, കാര്യങ്ങൾ നോക്കിയിട്ട് വേണ്ട. 11 മണിക്ക് വന്നപ്പോൾ തുറന്നിട്ടില്ല. താക്കോല് തന്നതിൻ്റെ ഉള്ളത് കൊണ്ട് ഭാഗ്യം, ഞാനത് തുറന്ന് കയറി. അപ്പോൾ ഹസ്ബൻഡിനോട് വിളിച്ച് ചോദിച്ചു, എന്താ അത് ആൾ വന്നിട്ടില്ല, അവനെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. അപ്പോൾ ചോദിച്ചു, നീ അവന് സാലറി അങ്ങനെ കൊടുത്തോ എന്ന് ചോദിച്ചു. കൊടുത്തു. എന്നാൽ പിന്നെ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് കാര്യം മനസ്സിലാവണില്ല, വരില്ല, അതന്നെ അതോടെ നിർത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പേടിച്ചു പോയി, കാരണം എനിക്കൊന്നും അറിയില്ല. ഇവനോട് പറഞ്ഞപ്പോഴേ ഞാനിത് ജാങ്കോ പെട്ടു എന്നുള്ളൊരു ഡയലോഗ് എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. പിന്നെ വീണയുടെ വിഷ്ണു ലോകം അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ അങ്ങ് പഠിച്ചു കയറി. സിസ്റ്റംസ് കൊണ്ടുവന്നു. അതെ, സിസ്റ്റം സപ്ലൈ ചെയ്തു. കാരണം എംപ്ലോയീസ് എല്ലാം സോണിയുടെ ഇൻസ്ട്രക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ നോക്കുമ്പോൾ വർക്കേഴ്സ് എല്ലാം കൈ കെട്ടി നിൽക്കുന്നുണ്ട്, മെഷീൻ പകുതി പ്രൊഡക്ഷനായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് അന്നും ഇന്ന് എനിക്കൊരു ശീലമുണ്ട്, ഒരു 1 hour 2 hour ഞാൻ എല്ലാ സെക്ഷനിലേക്ക് പോകും അവിടെ ഉണ്ടെങ്കിൽ. അങ്ങനെ ശീലമുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം വെറുതെ നിൽക്കുക. അപ്പം ചോദിച്ചു, എന്താ വെറുതെ നിൽക്കണം, ഒരു മെഷർമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അധികം ബുക്സ് ഒന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു മെഷർമെൻറ്റും ഇല്ല. അപ്പോൾ അവൻ ഓരോ പ്രാവശ്യം സോണി ചേട്ടനോട് പറയും, സോണി ചേട്ടനോട് വിളിച്ച് ചോദിക്കുക പതിവെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു, ഭാഗ്യവശാൽ കിട്ടി. ആ മെഷർമെൻറ്റ് ഞാൻ എഴുതി വെച്ചു, കാരണം നമുക്കൊരു രീതി ഉണ്ടല്ലോ, MBA ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, സിസ്റ്റം ബുക്ക് കീപ്പിംഗ് പഠിച്ചിട്ടുണ്ടല്ലോ. എഴുതി വെച്ചു, അങ്ങനെ അളവ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നീട് തന്നെ വീണ്ടും അവസ്ഥ റിപ്പീറ്റ് ചെയ്യണം. ഈ മെഷീൻ്റെ അടുത്ത പ്രോസസ്സ് വന്നപ്പോൾ അതേ സ്റ്റേജിൽ വീണ്ടും കൈ കെട്ടി നിൽക്കുക. ഞാൻ നോക്കുമ്പോൾ ആ അളവ് വീണ്ടും വിളിച്ച് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് റെഗുലർ ആണോ, സ്റ്റാൻഡർഡൈസ്ഡ് ആണോ? അതെ, സ്റ്റാൻഡർഡൈസ്ഡ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ മെഷീൻ തുടങ്ങുമ്പോൾ തന്നെ ഏത് സ്റ്റേജിലാണോ വേണ്ടത് ആ സമയത്ത് അത് റെഡി ആക്കി വെക്കും. വർക്കേഴ്സിനൊരു കുഴപ്പമുണ്ട്, അവർ ആ ലാസ്റ്റ് മൊമെൻറ്റിലേ പറയുള്ളൂ, അത് നമ്മുടെ ഡ്യൂട്ടിയല്ലേ, അവരെന്നെ. അപ്പം അങ്ങനെ പോയിട്ടും എല്ലാ കാര്യവും ഒരാളിൽ തന്നെ അങ്ങനെ ഒരു ബിസിനസ് മോഡലായിരുന്നത്. അതെ, അത് ജോലിക്ക് പൊളിക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ അവർ ഫ്ലൈ ഓഫ് ചെയ്തപ്പോഴാണ്, വിട്ടുപോയപ്പോഴാണ് ഞാൻ വന്നത്. ഞാൻ വന്നതിന് ശേഷവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു 2 കൊല്ലത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് പോലെ അടുത്ത 2 കൊല്ലത്തിൽ അത് ഉണ്ടായി. വീണ്ടും എല്ലാവരും കൂടെ പോയി. അപ്പോൾ എനിക്കൊരു നാണക്കേട് പോലെ. കാരണം
ഞാൻ വലിയ സംഭവമായിട്ട് ഇരുന്നിട്ട് എന്ത് അങ്ങനെയല്ലോ, നമുക്കൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ വലിയ സംഭവമാണെന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വന്നിട്ട് എന്തെങ്ങനെ ഒരു റിപ്പീറ്റേഷൻ വന്നേ? എനിക്കൊരിക്കലും 2 പ്രാവശ്യത്തേക്കാളും കൂടുതൽ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. മാക്സിമം 2, മൂന്നാമത്തേൽ അതിന് തീരുമാനമാവണം. അങ്ങനെ ഒരു നിയമം അത് അപ്പച്ചൻ കൊണ്ടുവന്ന നിയമമാണ് ലൈഫിൽ. അങ്ങനെ തന്നെ 2 എക്സ്ക്യൂസസ്, 3rd വൺ അത് പോകണം. അതേ ഇഷ്യൂ ആണെങ്കിൽ കൂടെ ആ 3rd എക്സ്ക്യൂസ് കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. വരെ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നിന് ഞാൻ സിസ്റ്റം കൊണ്ടുവന്നു. ദെൻ എല്ലാവരുടെയും വർക്കിനെ സ്പ്ലിറ്റ് ചെയ്തു. ഒരാളുടെ നിക്ഷിപ്തമാവാതെ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ ഇവിടെയുള്ള A to Z എല്ലാം കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരാൾക്ക് പുതിയ തുടങ്ങാൻ എളുപ്പമല്ല. അല്ലെങ്കിൽ നമ്മുടെ ആശാനം മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ. ഇപ്പോൾ ആശാനം അങ്ങനെ ഒരു ആശാനം ഇല്ലാത്ത ഒരവസ്ഥയ്ക്ക്. എന്നാൽ എല്ലാവരും മാസ്റ്റേഴ്സാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ 2 ദിവസം കഷ്ടി 2 ദിവസത്തേക്ക് അവിടെ വന്നിരുന്ന ആൾ പിന്നെ അതിൻ്റെ അകത്തായി, അതെ, ലോക്കായി, അവിടെ ലോക്കായി പെട്ടു. പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി. കാരണം അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്. അപ്പോൾ സോണി ബേസിക്കലി ഒരു ഡിസൈനിങ്ങും അങ്ങനെ പാഷനുള്ള ഒരാളാണ്. അതെ അതെ. അദ്ദേഹം അഡ്മിൻ കാര്യങ്ങളൊക്കെ നാട്ടിൽ പൊതുവേ അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ. എൻ്റെ ഫാദറും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ആ ലൊക്കാലിറ്റിയിലെ ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരാൾ, ഇതിനെന്താ ഐഡിയ ചോദിക്കുന്നത്. ഒരു കിണറ്റിൽ ഒരു സാധനം വീണത് എങ്ങനെ എടുക്കും, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ആളും ടെക്നിക്കൽ. അപ്പച്ചൻ ഒരു 74 കോക്കനട്ട് സ്ക്രേപ്പിങ്ങിൻ്റെ ഇങ്ങനെ ഹാൻഡിലുള്ളത് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ സോണി SSLC പഠിക്കുമ്പോൾ TV അസംബിൾ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു പേരാണ്. അപ്പം അപ്പച്ചൻ അപ്പം തന്നെ ഒരു ഇഷ്ടമുണ്ട്. നോട്ടിട്ട് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അന്നേ തീരുമാനം. 2 കൊല്ലം കഴിഞ്ഞു ആ കമ്പനി. പിന്നെ പതുക്കെ അത് വളർന്നു. അതെ അല്ലേ? പിന്നീടും ക്രൈസിസുകൾ എന്തെങ്കിലും ഉണ്ടായോ? പിന്നെ ക്രൈസിസ് വന്നത് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഞാൻ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. പ്രാക്ടിക്കലി എനിക്ക് വരുന്ന ഓരോ ഇഷ്യൂസിനെ ഞാൻ സോൾവ് ചെയ്യുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോ ഇഷ്യൂസിൽ നിന്നാണ് നമ്മൾ പിന്നീട് ഓരോ ഡെവലപ്മെൻറ്റ്സും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കോൾസ് ധാരാളം വന്നു. ഒരു 125 കോൾസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ, ഒരാൾ വിളിച്ച കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് വേറെ ആൾ എടുക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട്. കോൾ മാനേജ്മെൻറ്റ് ഒരു പ്രോബ്ലമായി. അപ്പോൾ അതിന് വേണ്ട ഒരു മെത്തേഡ് കൊണ്ടുവന്നു, ഒരു സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്തു. അതൊക്കെ നമുക്ക് വലിയ ഹെൽപ്ഫുള്ളായി. പിന്നീട് വളർച്ചയുടെ പാതയിലായി. പക്ഷേ ഇന്ന് വളരെ യുണീക്ക് ബിസിനസ് മോഡലാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അതറിയണം. ആ ഹസ്ബൻഡ് വിളിച്ചു, ആ ബിസിനസ് മോഡൽ ഏറ്റെടുത്തെങ്കിലും ഇതിപ്പോൾ എല്ലാം ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ബിസിനസ് യൂണിറ്റുകളാക്കി. എന്താണത്? അതായത് എനിക്ക് നേരിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 21 വയസ്സിലാണ് എൻ്റെ ഹസ്ബൻഡ് കല്യാണം. എനിക്ക് 20 വയസ്സാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നുള്ളൂ, എനിക്ക് സ്വയം ചെയ്യുന്നതാണ് ഇഷ്ടം. എൻ്റെ ആവശ്യങ്ങൾ മറ്റുള്ള മുമ്പിൽ കൈ നീട്ടാന്ന് പറയുന്നത് എന്തോ എനിക്കതൊരു അപമാനമായിട്ട് തോന്നാറുണ്ട്. ചെറുപ്പത്തിലേ അങ്ങനെയാണ്, ചോദിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളുടെ ഫീസിനൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതെൻ്റെ മക്കൾക്ക് വരരുത് എന്നുള്ള ചിന്തയാണ് ആദ്യത്തെ ഒരു ഡെവലപ്മെൻറ്റ്. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് തന്നെ റിട്ടേൺ കിട്ടണം. ഇപ്പോൾ ബിസിനസ്സിൻ്റെ തോട്ടം അങ്ങനെയല്ലേ, ഞാൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് എനിക്ക് റിട്ടേൺ കിട്ടണം. അത് വേറെ ആൾക്ക് കിട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ എഫേർട്ടിന് എനിക്ക് റിട്ടേൺ കിട്ടണ്ടേ. പലപ്പോഴും പലയിടത്ത് പോകുമ്പോഴും ഞാനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് പറയും, അപ്പോൾ ഹസ്ബൻഡ് തുടങ്ങിയതാണല്ലേ എന്നിങ്ങനെ പറയും. അതെനിക്ക് ഒരു വിഷമമായി, സത്യമായിട്ടും വിഷമമായി. അതിപ്പോൾ അദ്ദേഹം വളരുന്നതുകൊണ്ടല്ല, എനിക്കും ഒപ്പം വളരണം എന്നുള്ളത് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ചിന്തിക്കാത്തതാണ് നമ്മൾ വളർത്തുന്നതിന് കാരണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പരിഹാരമായിട്ട് ഞാൻ എൻ്റെ പ്രോഡക്റ്റിനെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതായത് സോണി ടെക്നിക്കൽ R&D സെക്ഷനാണ്. അപ്പോൾ അങ്ങനെ പുതിയ പ്രോഡക്റ്റ് മാത്രം സോണി ചെയ്യുന്നു. അതിന് ന്യൂമാറ്റിക് എഞ്ചിനീയറിംഗ് കമ്പനി എന്നൊരു ഫേം, മദർ ഫേം. ദെൻ എനിക്ക് ന്യൂമാറ്റിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഫേം, എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. ആ ഫേമിൽ നമ്മൾ ചെയ്യുന്നത് ന്യൂമാറ്റിക് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് എന്നുള്ള ഫേമിൽ നമ്മൾ ചെയ്യുന്നത് റെഗുലർ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ജൂലി ഡീൽ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ബ്രിക്ക് മേക്കിംഗ് മെഷീൻസ്, ലാഡർ ലിഫ്റ്റുകൾ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സിങ്ങും ബന്ധപ്പെട്ട മെഷീൻസ് ചെയ്യുന്നുണ്ട്. ബ്രിക്ക് മേക്കിംഗ്, അതായത് നമ്മുടെ ഈ റെഡ് ആയിട്ടുള്ള ബ്രിക്കാണോ അതോ കോൺക്രീറ്റിന്റെ? റെഡ് ബ്രിക്സും ഉണ്ട്. പിന്നെ കൊച്ചു സാർ ഒരു ഫിലിമിൽ കാണിച്ചില്ലേ ഒരു സ്റ്റൈല്, അതും അതിന്റെ കട്ടിങ് മെഷീനൊക്കെ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഏതാണ്? വിൽക്കുന്നത് ബ്രിക്ക് മേക്കിംഗ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രിക്ക് മേക്കിംഗ് മെഷീൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ വെറുതെ കൊടുക്കുകയാണോ അതിന്റെ സൊല്യൂഷനും അവർക്ക് കൺസൾട്ടിങ്ങും ഒക്കെ കൊടുക്കുമോ? ഒരിക്കലും ഒരു പ്രോഡക്റ്റ് വിൽക്കാറില്ല ഞാൻ. ആ പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ല സെയിൽസ്മാൻ ആരായിരിക്കും? നമുക്ക് വേണ്ടത് മാത്രം എടുക്കുന്ന ആളല്ലേ. വീട്ടിൽ പോയിട്ടൊരു ഷർട്ട് സാർ എടുത്തു കഴിഞ്ഞാൽ അത് സ്യൂട്ടായില്ലെങ്കിൽ ആദ്യം മനസ്സുകൊണ്ട് ശപിക്കുന്നത് ആരെയും? ആ സെയിൽസ്മാനെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തതന്നെ അല്ലേ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഇതൊരു സ്വപ്നമാണ്. പലപ്പോഴും ഭാര്യയുടെ താലിമാല വരെ പണയം വെച്ചിട്ടും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പൈസയും അല്ലെങ്കിൽ എന്തെങ്കിലും തറവാട്ടിൽ നിന്ന് കിട്ടിയൊരു പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഓഹരി അതൊക്കെ കിട്ടിയിട്ട് വരുന്ന ആളുകളാണ് മിക്ക ആളുകളും. അപ്പോൾ ഇവരൊരു ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ഒരു മെഷീൻ വാങ്ങുകയാണ്. സ്വപ്നമാണ് അത്, മെഷീൻ അല്ല വാങ്ങുന്നത്, അവരുടെ സ്വപ്നങ്ങളാണ്. കാര്യമില്ല, നിങ്ങൾ അതിനുള്ള
ടെക്നോളജി പറഞ്ഞു കൊടുക്കണം. ഈവൻ വർക്കേഴ്സ് ഇല്ലെങ്കിൽ പോലും അതിന് സപ്പോർട്ട് കൊടുക്കാനുള്ളൊരു ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ അവരെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെയാണ് ഒരു മെഷീൻ്റെ യൂണിറ്റിൻ്റെ ബില്ലിംഗ് സ്ട്രക്ചർ ചെയ്യേണ്ടത്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ബേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മെഷീൻ എത്ര ബ്രിക്സ് ഉണ്ടാക്കും? നമുക്കത് 1750 മുതൽ 3500 ബ്രിക്സ് വരെ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യാന്നുണ്ട്. നമ്മൾ റോബോട്ടിക് ഹാൻഡ് വരെ ആദ്യം, അതായത് 2010 ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിക്സ് എടുത്ത് വയ്ക്കാൻ റോബോട്ടിക് ഹാൻഡ് വെച്ചിട്ടുള്ള ആളുകളാണ്. കൺവെയറിലേക്ക് എടുത്ത് വെച്ചാൽ മതി, കൺവെയറിൽ എൻ്റെ മാത്രമേ മാൻ പവർ വേണ്ടൂ. ഇത്തിരി മാൻ പവറിന് കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് ലേബർ ഇല്ലാതാവുന്നില്ല, സ്കിൽഡ് ലേബർ ഇല്ലാതെ ആവുന്നേ ഉള്ളൂ. മാൻ പവർ എന്ത് ഇമ്പോർട്ടൻസ്. ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൊരു മേഖലയാണ്. ഒരു 15 lakh to വേണമെങ്കിൽ ഒരു 30-50 1 year വരെ ചെയ്യാം. വലിയ മെഷീൻ അനുസരിച്ച് നമുക്ക് അതിൽ മേലെ ചെയ്യാം. മിനിമം എന്ന് പറയുന്നത് എത്ര വേണം? ഒരു 25 ലക്ഷം ഉണ്ടായാൽ നല്ല സന്തോഷമായിട്ട് ബിസിനസ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ വേണം. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായാൽ ഈസി ആയിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 15 ലക്ഷം ആണെങ്കിലും ചെയ്യാം. പക്ഷെ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിംഗ് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ഈ ഒരു കനൽ വിരിച്ചിട്ട് ഇവിടെ നടക്കില്ലേ, ആ ഒരു സ്പീഡിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അതുപോലെ ആയിരിക്കണം അപ്പോൾ മാർക്കറ്റിംഗ്. നമ്മുടെ പ്രോഡക്റ്റ് ഇരിക്കരുത്, അപ്പോൾ തന്നെ വിറ്റ് പോകണം. അത് നമ്മൾ മാർക്കറ്റിംഗ് നന്നായി കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അധികം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട, നമുക്ക് നമ്മുടെ ഫണ്ട് തന്നെ കിട്ടും. സ്റ്റോക്കിരുന്ന് പോയാൽ ബുദ്ധിമുട്ടായി, സ്റ്റോക്കില്ലാതെ നോക്കിയാൽ മതി. റൊട്ടേഷൻ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം, കടം കൊടുക്കാതിരിക്കുക. പല ആൾക്കാരും ബുദ്ധിമുട്ട് വന്നു. എത്ര മെഷീൻസ് അല്ലെങ്കിൽ എത്ര കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്തു? about 3,000-3,500. അപ്പോൾ 3000 ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകാരെ സൃഷ്ടിച്ച വനിതയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. 3000 പേര്. അപ്പോൾ അവിടെ ഇന്ന് ഇപ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ട് താങ്കൾക്ക്? നമുക്ക് 25 എംപ്ലോയീസാണ് ഡയറക്റ്റ്ലി ഉള്ളത്. പിന്നെ ആ ലൊക്കാലിറ്റിയിലെ ആളുകൾ നമ്മൾ പലരും നമ്മുടെ പെയ്ഡ് സ്റ്റാഫ് അല്ലാതെ തന്നെ പല ആളുകളും. പക്ഷെ വേറെ കാര്യം, കാരണം താങ്കൾ 3000 പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസും താങ്കൾ വഴി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അവർക്കും തൊഴിൽ ലഭിക്കും. തീർച്ചയായിട്ടും ആ ലൊക്കാലിറ്റിയിലെ ആളുകളെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടാതെ ആ സെയിം ഫാമിലി, then അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഫാമിലി, അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ഓട്ടോ അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ കൊണ്ടുപോകുന്നവർ, പിന്നെ ആ ക്രഷർ യൂണിറ്റുകൾ അവർക്ക് സപ്ലൈ ചെയ്യണം. അങ്ങനെ എല്ലാം ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ചെയിൻ ഉണ്ട് അവിടെ. ഒരു ക്ലസ്റ്റർ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും. അങ്ങനെയാണ് വരുന്നത്. ജൂലി ഒരു കമ്പനി റൺ ചെയ്യുന്നു, സോണി വേറൊരു കമ്പനി റൺ ചെയ്യുന്നു. മക്കളൊക്കെ വലുതായി, അവരെയും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നോ? അതെ, തീർച്ചയായിട്ടും. അത് അവരുടെ പാഷൻ എന്താണെന്ന് അറിഞ്ഞ് മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ ചെയ്തിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും കണ്ടുവരുന്നൊരു മിസ്റ്റേക്ക്, കുട്ടികളെ പഠിക്കാൻ മാത്രം ഇരുത്തും. നമ്മുടെ വീട്ടിലെ എനിക്ക് വിജയിക്കാൻ പറ്റിയത്, വീട്ടിലെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിലും നമ്മളറിയിക്കും. അതുപോലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കയ്യിലാണ് ഡാഡി ക്യാഷ് തരിക, ഞാനാണത് എണ്ണി വെക്കേണ്ടതും അത് കീപ്പ് ചെയ്യേണ്ടതും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും. അങ്ങനെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിച്ച പ്രശ്നമില്ല. അപ്പോൾ മക്കൾ വരുമ്പോൾ തന്നെ അവർക്ക് ഒരു ലിസ്റ്റ്, ടു ഡു ലിസ്റ്റ് വെച്ചിട്ടുണ്ടാവും വീട്ടിൽ. അവർ സെൽഫ് മാനേജ് ചെയ്യണം. അവർക്ക് വേണ്ട, അതായത് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഡയറി വെച്ചപ്പോഴേക്കും എനിക്കൊരു സെർവൻ്റ് ഇല്ല, ഞാൻ സെൽഫാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവരും അതുപോലെ തന്നെയാണ്, സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ ഇവർ നേരെ മക്കൾ പഠനം കഴിഞ്ഞ് താങ്കളുടെ ബിസിനസ്സിലേക്കാണോ സോണിയുടെ ബിസിനസ്സിലേക്കാണോ വന്നത്? നമ്മൾ പൊതുവേ ഒരു കോമൺ ഇതിലുള്ള വരിക. അപ്പോൾ അവർക്ക് ട്രെയിനിങ്ങിന് ഒരു വീക്ക്ലി സാലറിയും കൊടുത്തിരുന്നു, വീക്ക്ലി വേജ്. അപ്പോൾ വർക്കേഴ്സിൻ്റെ ഒപ്പം തന്നെ അവർക്ക് ചെറിയൊരു കോൺട്രിബ്യൂഷൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മോണിറ്റർ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായാലേ ആർക്കും അത് ഇഷ്ടമുള്ളൂ. കുട്ടികൾക്ക് ഭയങ്കര ഒരു ആസ്പിറേഷൻ അത് അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ അവരതിലേക്ക് പതുക്കെ ഇറങ്ങി. പിന്നെ കോവിഡ് വന്നപ്പോഴാണ് ഞാൻ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എല്ലാവരും അബ്രോഡ് പോവല്ലേ, നിങ്ങൾക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ 2 പേർക്കും പോകണ്ട. അവർ പറഞ്ഞ കാരണം മമ്മിയുടെ ഫുഡ് വേണം, അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് അവരുടെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാണ്. പക്ഷെ എനിക്ക് തോന്നി നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്തുണ്ടായാൽ നല്ലത് തന്നെയല്ലേ. പിന്നെ മാത്രമല്ല, നമ്മളുടെ രാജ്യം നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കുട്ടിയെ ഒരു 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാനോ ഡിഗ്രി പഠിപ്പിക്കാനോ ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്കാണ്. അത് MBAയിൽ പറയുന്ന ഒരു പാഠമാണ്. നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത് അവിടേക്ക് തന്നെ കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണം. ഇതാണ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ പുറത്ത് പോകണ്ടെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരും അത് ആഗ്രഹിച്ച് നമുക്ക് സന്തോഷം തോന്നി, അവരിതിലേക്ക് ഇൻവോൾവ് ചെയ്തു. പിന്നെ അവർ ഡെയിലി അതിൽ വരും. സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്ത മകൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്, അവന് ഓഫീസ് അഡ്മിനിസ്ട്രേഷനാണ് ഇഷ്ടം. അത് മനസ്സിലാക്കിയപ്പോൾ ആ ലെവലാണ് കൊടുത്തത്. നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വേറെ കമ്പനിയാണ്, മെക്വേൾഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ജൂലി ഒരു കമ്പനിയാണ്, സോണി ഹസ്ബൻഡ് വേറെ കമ്പനിയായി, മകന് വേറെ കമ്പനിയായി, മൂത്ത മകന്. രണ്ടാമത്തെ ആളോ? രണ്ടാമത്തെ ആൾക്ക് പ്രെസിഷൻ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ 4 പേരും ബിസിനസ്സിലാണ്, 4 എൻറ്റിറ്റിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ 4 എൻറ്റിറ്റി അവർ റൺ ചെയ്തോളണം. തീർച്ചയായിട്ടും. അതിന്റെ ലാഭം എന്താണോ അവർക്ക് എടുക്കാം. സോണി ബിസിനസ് ചെയ്യുന്ന സോണിക്ക് എടുക്കാം, ജൂലി ബിസിനസ് ചെയ്യുന്ന ജൂലിക്ക് എടുക്കാം. അത് അങ്ങനെ തന്നെയാണ്. ഒരു കുടുംബം ഒരു സംരംഭം എന്ന് പകരം ഒരു കുടുംബത്തിലെ ഓരോ ആളുകൾക്കും ഓരോ സംരംഭം. അങ്ങനെ നമ്മളുടെ ഫാമിലിയിൽ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഇത് 4 പേരും സിമിലർ ബിസിനസ് ആണ്. അപ്പൊ അഡ്മിൻ ഇപ്പോഴും
ഒരു മേൽനോട്ടം ജൂലിയുടെ ഉണ്ട്. അതെ അതെ തീർച്ചയായിട്ടും അതിൻ്റെ അണ്ടറിൽ തന്നെ പാടുള്ളൂ. അണ്ടറിൽ നിന്നാൽ ചില ഫെസിലിറ്റീസ് കൊടുക്കും. അപ്പോൾ ആ ഫെസിലിറ്റി ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാലമാകുമ്പോൾ വിടാം. പക്ഷേ അവരത് ആഗ്രഹിക്കുന്നില്ല. കാരണം നല്ല സിസ്റ്റം ഉണ്ടല്ലോ നമുക്ക്. ആ സിസ്റ്റത്തിനെ കണ്ട് നമുക്ക് എളുപ്പമാണ്. പിന്നെ നമ്മുടെ പല എക്സ്പീരിയൻസും അവർക്ക് ഗുണം ചെയ്യും. നമ്മൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി പോലെ. ജൂലി, ആക്ച്വലി ഫാമിലി ബിസിനസ് ഇതൊരു വലിയ ഡിസ്കഷൻ തന്നെയാണ് വേണ്ടത്. അതെ തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും ഈ ഫാമിലി ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഗുണങ്ങളുണ്ട് പ്രശ്നങ്ങളും ഉണ്ടാവും. അത് രണ്ടും നമുക്കൊന്ന് ചർച്ച ചെയ്താലോ. ഗുണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ നമുക്ക് ഒറ്റപ്പെട്ട് തോന്നില്ലല്ലോ. ഒരു പ്രശ്നം ബിസിനസ്സിൽ വന്നാൽ ഉടനെ ടെക്നിക്കലാണെങ്കിൽ ഫാദറിനോട് ചോദിക്കാം, മാനേജ്മെന്റ് ആണെങ്കിൽ എന്നോട് ചോദിക്കാം, സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ ബ്രദറിനോട് ചോദിക്കണം. ഇതെല്ലാം കണക്റ്റഡാ. 4 പില്ലറാണ് ഒരു ബിൽഡിങ്ങിന്റെ. നമ്മളൊരു സ്ട്രക്ചർ വാർക്കുന്ന പോലെയാണ്. പരസ്പരം ഇന്റർ കണക്ഷനും ഉണ്ട്. അതേപോലെ തന്നെ ആ ബിൽഡിങ്ങിന് സെൽഫ് എൻറ്റിറ്റി ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്കൊരു ഭയമില്ല. ഒരു കൂട്ടുകുടുംബത്തിലേക്ക് കയറി വരുന്ന ഒരു ഫീൽ കിട്ടും. എപ്പോഴും ഞാനൊരു ബിസിനസ്സിനെ നമ്മൾ നേച്ചറുമായിട്ടും നമ്മുടെ വ്യവസ്ഥിതികളുമായിട്ടും കമ്പയർ ചെയ്താണ് സ്റ്റഡി ചെയ്യാറും ഡെവലപ്പ് ചെയ്യാറും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ നമുക്ക് ഇത് മാത്രമേ ചർച്ചയുള്ളൂ എന്ന് വരും. ചുരുങ്ങി പോവോ അതത് എക്സ്പാൻഡ് ബിസിനസ്സാണ്. ഇപ്പം മോൻ്റെ ഫ്രണ്ട്സ് തന്നെ ഞങ്ങൾ ടൂറൊക്കെ പോകുമ്പോൾ ഇതിൽ ഫോണിലൂടെ സംസാരിക്കും. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾക്ക് ഇത് മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് ചോദിക്കും. അതൊരു തരത്തിൽ വളർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ ഫാമിലി ഹാപ്പി ആയിട്ട് കൊണ്ടുപോകേണ്ട നമുക്കുണ്ട്. പക്ഷെ നമുക്ക് പറയുമ്പോൾ ഇതായിരിക്കാം ചിലപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അറിയാതെ സംസാരിച്ചു പോകും ഇതേ വിഷയമുള്ളൂ. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക്, ഞാൻ പല ഓണ്ടർപ്രണറും കണ്ടിട്ടുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് അറിയില്ല നാളെ ഇവിടെ റെയ്ഡ് നടക്കുമോ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പേടിക്കണ്ട. ഒരു കസ്റ്റമർ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞാൽ അത് പറഞ്ഞാൽ ചെറിയ മോന് കൊടുത്താൽ മെഷീനറി റിപ്പയർ ആണെങ്കിൽ അവൻ ചെയ്യും. പുതിയൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ അപ്പം വലിയ നമ്മുടെ ടേബിളിൽ തന്നെ ആൾക്കാരുണ്ട്. ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ചെറിയ മോന് വേണമെങ്കിൽ അത് കൊടുക്കാൻ ഫാദറുണ്ട്. പിന്നെ മാനേജർ സപ്പോർട്ട് കൊടുക്കാൻ അമ്മയുണ്ട്. അപ്പോൾ അതൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയില്ലേ? നല്ലതല്ലേ? നല്ലത് തന്നെയാണ് ജൂലി. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ നാട്ടിൽ പൊതുവേ വനിതകൾ എല്ലാവരും ഒന്നുമല്ല, എന്നാലും പൊതുവേ ഉള്ളൊരു പ്രശ്നം ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ആദ്യം തന്നെ പഠനമാണ്. വലിയ ആഗ്രഹങ്ങളുണ്ടാവും, അവരിതൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. താങ്കൾ പറഞ്ഞ പോലെ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടു നടക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ ജോലി കയറിയിട്ടുണ്ടാവും, പക്ഷെ അപ്പം തന്നെ വിവാഹമായിരിക്കാം. വിവാഹം കഴിഞ്ഞാൽ ഉടൻ കുട്ടികളായി. അപ്പോൾ കുട്ടികളായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അല്ല കുട്ടികൾ കുഞ്ഞുങ്ങളാണ്, അതുങ്ങളെ നോക്കണ്ടേ. കുറച്ച് കഴിയുമ്പോൾ പറയാം സ്കൂളിൽ പോവുകയാണ്, കുറച്ച് കഴിയുമ്പോൾ പറയും 10ാം ക്ലാസ്സായി 12ാം ക്ലാസ്സായി. അപ്പോൾ ഇവർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിയില്ലെങ്കിൽ ഇവർ ഉഴപ്പും. കുറച്ച് കഴിയുമ്പോൾ പറയും ഈ പ്രായത്തിൽ ഞാനിനി എന്ത് ചെയ്യാനാ. ഇത് ഞാൻ നിരവധി വനിതാ സംരംഭകരുടെ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് ഞാൻ നന്നായിട്ട് ഗൈഡൻസ് കൊടുത്തിട്ടുമുണ്ട്. എന്താണ് ഒരു വനിതാ സംരംഭകയായ ജൂലിക്ക് അവരോടൊക്കെ പറയാനുള്ളത്? ഏറ്റവും അത് കാണുമ്പോഴേ ഞാൻ പല മുഖങ്ങളും കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ കുറച്ച് വിഷമിച്ച് പോവുക. കാരണം അവരുടെ ആ വിഷമം, കാരണം ഓരോരുത്തർക്ക് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ട് സ്വന്തം സ്വപ്നങ്ങൾ. ഞാനും ആ ചോദ്യം കേട്ടിട്ടുണ്ട്. മക്കളുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്ന സമയത്താണോ നിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ചോദ്യം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചോദ്യത്തിനും അപ്പം തന്നെ മറുപടി പറയണമെന്നില്ലല്ലോ. എൻ്റെ അമ്മ പറയും കാലം തെളിയിക്കട്ടെ എന്ന്, അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന്. നമ്മൾ ആ കാലം തെളിയിക്കാൻ കാത്തിരുന്നു. നമ്മളൊരു കോഴിമുട്ട വിരിയിക്കുകയാണെങ്കിൽ അതിന് 18 ദിവസത്തെ ആ പീരീഡ് ഉണ്ടെങ്കിൽ ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേ. നമ്മളെല്ലാവരോടും മറുപടി പറയണ്ട. പക്ഷേ നമ്മുടെ മകന് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ എന്താണ് ധരിച്ചിരിക്കുന്നത്, ഏത് അവസ്ഥയിലാണെന്ന് പോലും നമ്മൾ മറന്നു പോകും അല്ലേ? നമ്മൾ ഇട്ടിട്ട് ഓടും. അതായത് ആ ഒരു ഇൻസിഡൻറ്റ് ഹാപ്പൻ ചെയ്യും. നമ്മുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റ് പറ്റി എന്നറിഞ്ഞാൽ നമ്മൾ അന്നേരത്ത് മേക്കപ്പ് ചെയ്യാൻ നിൽക്കുമോ? ഇല്ല. അപ്പോൾ ആ ഒരു എന്താപ്പോൾ എൻ്റെ മകനെ രക്ഷിക്കണം, അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് കരച്ചിലും ഇല്ല, ഉറക്കവും ഇല്ല. നമ്മൾ രാത്രി ഫുള്ള് വേണമെങ്കിൽ ഉറങ്ങാതിരിക്കും. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആവശ്യങ്ങളും അതിൻ്റെ തീക്ഷ്ണതയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മളുടെ ഉള്ളിലുള്ളത്. അത് ആരെങ്കിലും പറയുമ്പോൾ അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ അത് എക്സ്ക്യൂസാണ്. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ടാണ്. സ്വപ്നം മുറുകെ പിടിക്കുക. സ്വപ്നങ്ങളെ മുറുകെ പിടിച്ചാൽ നമുക്ക് എത്താൻ പറ്റും. എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറ്റും. ഞാനും അങ്ങനെ ഈസി ആയിട്ടൊന്നുമല്ല ഓരോന്നും ഫേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം അതല്ല വേണ്ടത്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ സോൾവ് ചെയ്യുക, അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. പറ്റിയില്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അതിന് നടപടികളെടുക്കുക. എന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും. താങ്കളുടെ ന്യൂമാറ്റിക്സിൻ്റെ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ന്യൂമാറ്റിക്സിൽ ഇപ്പോൾ നമുക്ക് ഉള്ള ടേൺ ഓവറിൻ്റെ ഒരു 5 ഇരട്ടിയാക്കി കഴിഞ്ഞാൽ അത് ഒരു വർഷം ഇരട്ടിയാക്കുക. എന്നിട്ടൊരു 100 crore ക്ലബിലേക്ക് കയറുക. വെരി ഗുഡ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ 100 കോടിയിലേക്ക് വരുമ്പോൾ ഈ 3000 എന്നുള്ളത് ബിസിനസ് തുടങ്ങാനുള്ള അവസരം അത് എത്രയായി ആവാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ചിലപ്പോൾ 10 ഇരട്ടി ആവാം. പിന്നീട് ഒരു 30,000 സംരംഭങ്ങൾ ചിലപ്പോൾ തുറന്നേക്കാം അല്ലേ? അതിനുള്ള സാധ്യതകളും തുറന്നു വരികയാണ് അവിടെ. മേഖലകൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എന്നാലേ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. താങ്കൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വലിയ സ്വപ്നം കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജൂലിയെ ഞാൻ പലപ്പോഴും കാണുമ്പോൾ ജൂലി ഏത് സമയവും ധരിച്ചിരിക്കുന്നത് ഒരു ഡിസൈനർ സാരി ആയിരിക്കും. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പലപ്പോഴും കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും താങ്കൾ ഈ മെഷീനാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ താങ്കളുടെ പാഷൻ ഡിസൈനിങ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറ് പലതവണയും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്വപ്നം വേണമെന്ന് വെച്ചോ? ഇല്ല സർ, ഞാൻ 8ാം ക്ലാസ്സിൽ എഴുതി വെച്ച സ്വപ്നം അന്ന്, അത് സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മൾ വേണ്ടാന്ന് വെക്കില്ലല്ലോ, ഉള്ളിലുണ്ടാവും. ചിലർക്ക് ദുഃഖമായിട്ടാവും പുറത്ത് വരിക പറ്റാതെ ആവുമ്പോൾ, പക്ഷെ നടത്തണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് നടത്തും. ഞാൻ കൊച്ചു സാറിനെ കൊണ്ടാണ് അത് അൺവെയിലിംഗ് ചെയ്തത്. ലോഗോ അനാർക്കലി എന്ന് തന്നെയാണ് പേരിട്ടത്, അനാർക്കലി കളക്ഷൻസ്. അത് ഓൺലൈൻ തുടങ്ങി, വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ തോന്നി അത്ര പോരാ, കൊച്ചു സാറൊക്കെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മൾ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫ്ലൈൻ കൂടി തുടങ്ങാനുള്ള കാര്യങ്ങൾ പ്രോസസ്സിങ്ങിലാണ്, ഉടനെ തന്നെ വരും. പിന്നെ സാറ് ചോദിച്ചത് എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു കേട്ടോ, കാരണം എൻ്റെ മനസ്സിൽ മാത്രമേ അതുള്ളൂ. അപ്പം എന്നിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ പാഷൻ ഒന്നും കൂടിയും ഒന്ന് പോളിഷ് ചെയ്തത്. സോ ഐ ആം താങ്ക്ഫുൾ ടു യു. ആ ചോദ്യം വലിയൊരു ചോദ്യമായിരുന്നു. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, ഇത്തരം ചോദ്യങ്ങൾ ഞങ്ങളെ പോലുള്ള ആളുകളോട്. അത് തന്നെയാണ് അതിന് കാരണമായത്. ഒന്നും കൂടി അത് പൊടി തട്ടിയെടുക്കാൻ ചെയ്യുമായിരുന്നു, പക്ഷെ എത്രയും വേഗം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ജൂലി, ഞാൻ കാണുന്നത് പല ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് എൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈഗിളുണ്ടായിരുന്നു, നമ്മൾ ഈഗിൾ ഗാങ്ങുമായിട്ട് നമ്മൾ ദുബായ് ബാക്കു ട്രാവൽ ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് ജൂലി ഒരു പവർ ഹൗസാണ്. എന്ന് വെച്ചാൽ ഭയങ്കര എനർജറ്റിക് ആണ്, ഏത് സമയവും പോസിറ്റീവായി ചിരിച്ചുകൊണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? നമ്മുടെ മനസ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആയാൽ മതി. ഞാൻ അത്ര ദേവതെന്നല്ല പറയുന്നത്, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്രോച്ച്. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുക, അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, സോൾവ് ചെയ്യുക. ഞാൻ അതിപ്പോൾ കോവിഡ് ക്രൈസിസിൽ ഞാൻ അങ്ങനെ ചെയ്തത്. അതായത് നമുക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അതെങ്ങനെ നേരിടാമെന്നുള്ളത്, പിന്നെ ടൊയോട്ട അപ്ലൈ ചെയ്ത ഒരു ലീൻ പ്രൊഡക്ഷൻ മെത്തേഡ് ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് ആ ക്രൈസിസ് ഞാൻ ഓവർകം ചെയ്തത്. അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യണവർ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അത് എത്രയും, അതായത് എവറി പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ. പക്ഷേ ആ സൊല്യൂഷൻ നമ്മൾ എത്രയും വേഗം കണ്ടെത്തണം, എത്രയും ആപ്റ്റായിട്ടുള്ളത് കണ്ടെത്തണം, അത് എത്രയും വേഗം എക്സിക്യൂട്ട് ചെയ്യണം, ഫീഡ്ബാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യണം, ആ പ്രോബ്ലം സോൾവ് ചെയ്ത് അതിനെന്താ പറയുക, ഇല്ലാതാക്കണം. ആ വേരോടെ പിഴുതെടുക്കുമ്പോഴാണ് ആ പ്രോബ്ലം സോൾവ് ആയുള്ളൂ. ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു റൗണ്ട് ദ ക്ലോക്ക് ആയിരിക്കും നമ്മുടെ ജോബ്. ഒരു കോള് വന്നു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ കോള് വന്നാൽ ഒരു ടിക് ടിക് ക്ലോക്ക് വർക്ക് ചെയ്യുന്ന പോലെയാണ്. ഇത് വന്ന് തിരിച്ചവിടെ വന്നൊരു ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ കസ്റ്റമർ പിന്നെ വിളിക്കില്ല. ഓരോ കോളും പരമാവധി കോളിലൂടെ തന്നെ, ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ സോൾവ് ചെയ്യുക. പിന്നെ അത് വിളിക്കരുത്, വിളിക്കുക വെച്ചാൽ നല്ല പരാതി പറഞ്ഞ് വിളിക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ പാഷൻസും അങ്ങനെ തന്നെ, നമ്മൾ അതിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുത്. നമ്മൾ ക്ലിയർ ആയിട്ടിരുന്നാൽ നമുക്കൊരു പ്രശ്നവും വരില്ല. പിന്നെ ആരെങ്കിലും വഴി മുടക്കാൻ നിന്നാൽ, മനഃപൂർവ്വമാണെങ്കിലും അല്ലാതാണെങ്കിലും, നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തോ വേണ്ട നടപടിയെടുത്തോ അത് തീരുമാനം നമ്മളെ അനുകൂലമാക്കും. കൺവിൻസ് ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ കുതിരയെ കെട്ടിയ പോലെയാണ്, മുന്നോട്ട് മാത്രമേ കാണുള്ളൂ, വേറെ പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. സാറിനറിയോ, ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു ചാറ്റ് പോലും ഓഫീസ് ടൈമിൽ അറ്റൻഡ് ചെയ്യില്ല. സാർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഡിസ്ട്രാക്ഷൻ ബോക്സ് എനിക്ക് ഒരിക്കലുമല്ല. എനിക്ക് മൊബൈൽ എന്ന് പറയുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാനൊരു ടൂളാണ്. പിന്നെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഡ്രൈവിങ്ങാണ്. ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ചാൻസാണ്, സേഫ്റ്റിയാണ്. നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ എന്ത് കാര്യത്തിനും മറ്റൊരാളുടെ സപ്പോർട്ട് ആവശ്യപ്പെടാതെ, സപ്പോർട്ട് എടുക്കേണ്ടെന്നല്ല, നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത് നമ്മൾ ചെയ്യുക, നമുക്ക് സക്സസ്സിലെത്താൻ എളുപ്പമാണ്. ജൂലിയുടെ ഈ ഫാമിലി ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിനോടൊപ്പം പഴയ 8ാം ക്ലാസ്സിൽ കുറിച്ച് വെച്ച പാഷനും ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. പൂർണ്ണമായ വിജയം നേടുന്നുള്ള ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. നിങ്ങൾ കേട്ടു ജൂലി എന്ന ഈ വനിതാ സംരംഭകയുടെ സ്പാർക്കുള്ള കഥ. അദ്ദേഹം വീട്ടമ്മയായി ഒതുങ്ങിപ്പോവുമായിരുന്നു. ഭർത്താവ് ഒരു 2 ദിവസത്തേക്ക് എന്ന് ചിന്തിച്ച് വിളിച്ചത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അത് അന്നൊരു ട്രാപ്പാണെന്ന്. പക്ഷെ അത് ട്രാപ്പായിരുന്നില്ല. അദ്ദേഹത്തെ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഭർത്താവ് പഠിപ്പിക്കുകയായിരുന്നിരിക്കുക. അതോടുകൂടി ആ ഓണർഷിപ്പ് അദ്ദേഹം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ആ സ്ഥാപനം വളർത്തി എന്നുള്ളതാണ്. വളരെ വളരെ പെട്ടെന്ന് തന്നെ. അത് മാത്രമല്ല, നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനും 10,000 സംരംഭകരെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇവർക്കായി. ഒരു ബിസിനസ് മോഡൽ തന്നെയാണത്. നമുക്കിന്ന് കെട്ടിടത്തിന് ഏറ്റവും ആവശ്യമുള്ള ബ്രിക്ക് അതുണ്ടാക്കാനുള്ള മെഷീൻ അതൊരു ബിസിനസ് മോഡലാണ്. മനുഷ്യനുള്ളിടത്തോളം കാലം പാർപ്പിടം വേണം. അപ്പോൾ അത് സഹായിക്കുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. വനിതകൾ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ, നമ്മുടെ ജീവിതം അടുക്കളകളിൽ ഒടുക്കി തീർക്കാനുള്ളതല്ല. സ്വന്തമായൊരു വരുമാനം ഉണ്ടാവണം. നമ്മൾ വേറൊരാളോടൊരു പൈസ ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. നമുക്ക് തന്നെ വരുമാന മാർഗ്ഗം ഉണ്ടാക്കാമെങ്കിൽ, ഒരു സംരംഭം തുടങ്ങാമെങ്കിൽ തുടങ്ങുക തന്നെ വേണം. അതിന് തടസ്സങ്ങൾ നിരവധി ഉണ്ടാവും. അതൊക്കെ ഇട്ടിച്ച് നിരത്തി പോകാൻ ജൂലിയെ പോലെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായാൽ മതി. ജൂലി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കൾ എൻ്റെ കോച്ചിങ്ങിന് വരുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ ആക്റ്റീവായ ഒരു കണ്ടിന്യൂസ് ലേണറുമാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ കണ്ട ഈ സ്വപ്നങ്ങളെല്ലാം പൂവണിയുമെന്ന് എനിക്ക് 101% ഉറപ്പുണ്ട്.
എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സർ.